ഹൽ യുഷ്തറത്തുൽ നീയത്തി ലഫ്ലുൻ, നീയത്തിന് ലഫ്ല് ആവശ്യമുണ്ടോ? നീയത്ത് നമ്മൾ മനസ്സിൽ കരുതുന്ന കാര്യം നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതുണ്ടോ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയത്തിന്റെ മഹൽ, അതിന്റെ സ്ഥാനം കൽബാണെന്നുള്ളത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള കാര്യം. അത് കൽബിലാണ് അതിന്റെ സ്ഥാനം. കൽബിൽ അത് ശരിയായാൽ അത് സ്വഹീഹായി എന്നുള്ളതാണ് ഏകാഭിപ്രായം. അത് കൽബാണ് പരിഗണിക്കുക എന്നർത്ഥം. നാവ് കൊണ്ട് നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമില്ല. നീ നാവ് കൊണ്ട് ഞാൻ മഗ്‌രിബ് നിസ്കരിക്കുന്നത് എന്ന് പറയുന്നു, പക്ഷെ മനസ്സിൽ ളുഹറാണ് അല്ലെങ്കിൽ മനസ്സിൽ അസറാണെന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. കാരണം മനസ്സിൽ എന്താ കരുതിയത് അതാണ് അടിസ്ഥാനം. എന്നാൽ ആ മനസ്സിൽ കരുതിയ കാര്യം നാവ് കൊണ്ട് പറയേണ്ടതുണ്ടോ? അത് പറയേണ്ടതില്ല. എന്തുകൊണ്ടാണ് പറയേണ്ടതില്ല എന്ന് പറയുന്നത്? കാരണം അതൊരു ഇബാദത്താണ്. ഇബാദത്ത് നമ്മുടെ ഗവേഷണങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഗവേഷണങ്ങൾക്ക് വകുപ്പില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിരക്കണക്കിന് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പോലും ജമാഅത്ത് നിസ്കാരത്തിനോ അതല്ലാത്ത സമയത്തോ നീയത്ത് ചൊല്ലി പറഞ്ഞതായിട്ട് നമുക്കറിവില്ല. നിസ്കാരത്തിനില്ല, നോമ്പിനില്ല, സക്കാത്തിനില്ല, ജിഹാദിനില്ല, ഒന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീയത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ബിദ്അത്തായി തീരും, കുറ്റകരമായ കാര്യമായി തീരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല. മറിച്ച് എന്താണോ നമ്മൾ മനസ്സിൽ അത് കരുതുന്നത് അത് നമ്മൾ അങ്ങോട്ട് ചെയ്യുക. നമ്മൾ നിസ്കരിക്കാനാണ് മനസ്സിൽ കരുതുന്നത്, അതങ്ങ് നിർവഹിക്കുക, അത് മതി. മഹല്ല് അത് കൽബാണ് എന്ന് മാത്രം. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് രണ്ട് ഇബാദത്തുകൾക്ക് അല്ലെങ്കിൽ രണ്ട് സന്ദർഭങ്ങളിൽ അവിടെ നീയത്ത് ഒരാൾക്ക് പറയാമെന്ന് പറയുന്നുണ്ട്. അത് നീയത്താണോ അതല്ല അവിടെയുള്ള ദിക്റാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു രണ്ട് സാഹചര്യത്തിൽ പറയാം. കാരണം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ഒന്ന് ഉംറയുടെയും ഹജ്ജിന്റെയും സമയത്താണ്. ഉംറ ഹജ്ജ് സമയത്ത് നമ്മൾ മീഖാത്തിലുള്ള സമയത്ത്, അത് മീഖാത്തിലൂടെ കടന്നു പോകുന്നവർ അവിടെ മീഖാത്തിൽ എല്ലാ കാര്യവും ചെയ്തതിന് ശേഷം വാഹനത്തിൽ കയറിയതിനു ശേഷം പറയാനാണ് സുന്നത്ത് അവിടെ. അതല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്ന ആളുകൾ ഏകദേശം മീഖാത്ത് എത്തുന്നതിന് മുമ്പായിട്ട് അവർ പറയും ഉംറയാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയും. അങ്ങനെ പറയാറുണ്ട്. ഹജ്ജ് മാത്രം ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയും. ഇത് അതിൽ നിന്ന് ഒഴിവാണ് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ വേറെ ചിലർ പറഞ്ഞത് അത് ഒരിക്കലും തന്നെ നീയത്തല്ല, മറിച്ച് അതൊരു ദിക്റാണ്. ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള നിർബന്ധമായി ചൊല്ലേണ്ട ഒരു ദിക്റാണ് എന്നാണ്. എങ്ങനെയാണ് ചില പണ്ഡിതന്മാരത് വിശദീകരിച്ചത്? അത് നിസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അതുപോലെ തന്നെയാണ് ഇത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നുള്ളത് ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉംറ ശരിയാവില്ല, അത് നിർബന്ധമായിട്ട് പറയണം. അതേപോലെ തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. പക്ഷെ അതാണോ നീയത്ത്? അല്ല, നീയത്ത് അതിന് മുമ്പേ മനസ്സിലുണ്ട്. നിസ്കരിക്കേണ്ട നീയത്ത് മനസ്സിലുണ്ട്. എന്നിട്ട് ആദ്യം പറയുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും നിസ്കാരം ആരംഭിക്കുള്ളൂ. അതുപോലെയാണിത്. അതല്ലാതെ അത് നീയത്തല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, നമ്മൾ ഉദ്ഹിയ്യത്തൊക്കെ അറക്കുമ്പോൾ അവിടെ ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ഹാദാ മിൻക വലക അല്ലാഹുമ്മ ഹാദാ അന്നി വഅൻ അഹ്ലി ബൈതി. അത് സുന്നത്താണ്, നിർബന്ധമല്ല. നമ്മൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറിവ് നടത്തുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഹാദാ മിൻക, അല്ലാഹുവേ നിന്നിൽ നിന്നുള്ളതാണ്, വലക്ക് നിനക്ക് വേണ്ടിയാണ് ഞാൻ അറക്കുന്നത്, അല്ലാഹുമ്മ ഹാദാ അന്നി വഅൻ അഹ്ലി ബൈതി, ഇത് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരു ആടിനാണ് അറക്കുന്നത്. അപ്പൊ അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ട്. അത് നീയത്തല്ല, മറിച്ച് അവിടെയുള്ള ദിക്റാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് നീയത്ത് നമുക്ക് മനസ്സിലത് വേറെ തന്നെ വേണം എന്നാണ്. ഇതല്ലാത്ത എവിടെയും ഒരിക്കലും നീയത്ത് ചൊല്ലി പറയുക എന്നുള്ളതിന് ഇതിന് യാതൊരു തെളിവുമില്ല.